അല്ലാഹുവേ നല്ലവരായ മുത്തു മുഅ്മിനീങ്ങൾക്ക് നീ സമാധാനം നൽകണം അല്ലാഹ്. ഈ മജ്ലിസ് കാണുന്നവർക്ക് നരകം ഹറാമാക്ക് റബ്ബേ സമാധാനം നൽകണം അല്ലാഹ്. യാസീൻ ഓതുകയാണ്, മരണപ്പെട്ടവർക്ക് യാസീനോ ഒരു ഫാത്തിഹ ഓതുകയാണ്. മരണപ്പെട്ടവർക്ക് ഒരു യാസീനും ഒരു ഫാത്തിഹ ഓതുകയാണ് കേട്ടോ. ഒരു ഫാത്തിഹ നമുക്ക് പ്രത്യേകം ഓതാണ്ട്. ഇന്ന് തങ്ങളുപ്പാന്റെ കൂടെ എന്റെ കൂടെ ഉംറ ചെയ്ത ഒരു സഹോദരി ഇന്നലെ മരണപ്പെട്ടു. ആ പൊന്നുമോള് ജനാസ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നൂറെ ഹബീബിന്റെ മുത്തു മുഅ്മിനീങ്ങള് എപ്പോഴും ഞാൻ പറയാറുണ്ട് നൂറെ ഹബീബിന്റെ മുത്തു മുഅ്മിനീങ്ങള് മരണപ്പെടുമ്പോ മിക്ക ആളുകളും വ്യാഴാഴ്ച ദിവസം മരിക്കുന്നത് വെള്ളിയാഴ്ച മറക്കും. എപ്പോഴും സ്വലാത്ത് ചൊല്ലുന്ന പവറാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇന്നും വ്യാഴാഴ്ച ഒരു പൊന്നുമോള് ഉമ്മ കുൽസു എന്റെ കൂടെ ഉംറ ചെയ്തിട്ടുണ്ട് മലപ്പുറം പാങ്ങില്. ഇന്ന് ആ പൊന്നുമോളെ ജനാസ വെള്ളിയാഴ്ച ജുമാ നിസ്കാരിക്കുന്നതിന് മുമ്പ് മിൻഹാ ഖലഖനാകും വഫിഹാ നുഈദുകും വമിൻഹാ നുഖുദുകും താറത്തൻ നുഹറാ എന്ന് പറഞ്ഞ് ഖബറിൽ ഇറക്കി മണ്ണിടും. ഇന്ന് ആ പൊന്നുമോള് അവിടെ അല്ലാഹുവിന്റെ റസൂലിന്റെ അർവാഹ് പറന്നിറങ്ങണം. കാരണം ഹബീബായ റസൂലുള്ളാഹിന്റെ പേരമക്കളെ കൂടെ ഉംറ ചെയ്തതാ. ഉംറ അല്ലാഹ് സ്വീകരിക്കട്ടെ. നിങ്ങൾ വിചാരിച്ചോ ഇവിടെ നിങ്ങളെ കോഴിക്കോട്ടേക്ക് ഉംറ കൊണ്ടുപോയിട്ട് ആ കോഴിക്കോട് നിന്ന് മക്കത്ത് മദീനത്ത് കൊണ്ടുപോയിട്ട് അവിടുന്ന് എന്തായാലും ഉംറ ചെയ്ത് തിരിച്ച് കോഴിക്കോട് എയർപോർട്ടിൽ വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് പിറ്റത്തെ ആൾക്കാർ ഉംറക്ക് നോക്കില്ല. നൂറെ ഹബീബിന്റെ കൂടെ ഉംറ ചെയ്തൊരു ഭാഗ്യമുള്ളവരാ. മരിക്കുന്നവർ ഞാൻ ദ്വാരിക്കും, എന്റെ കാലശേഷം എന്റെ മക്കൾ ദ്വാരിക്കും, എന്റെ അനുജന്മാര് ദ്വാരിക്കും. ആ പൊന്നുമോളെ ജനാസ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി. മുഹറമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരന്റെ ഖബർ, എന്റെ ഓർമ്മ ശരിയാണ്, 45 വയസ്സ് 46 വയസ്സ് പ്രായം ഉണ്ടാവുള്ളൂ. വലം യുഅഖിർ അല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ. അജലെടുത്താൽ നമ്മൾ പോകും. പക്ഷെ രോഗം എന്താണ് കണ്ടെത്തുന്നത്?